തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നത് എക്കാലത്തും മൂന്ന് മുന്നണികളുടെയും സ്വപ്നമാണ്. 3 പതിറ്റാണ്ടായി ഇളക്കം തട്ടാത്ത LDFന്റെ കോട്ടയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ആർക്കും തലസ്ഥാനം ആർക്കൊപ്പം നിൽക്കുമെന്ന് ഒരു നിഗമനത്തിലെത്താൻ 3 മുന്നണികൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 30 വർഷമായി LDFന്റെ അടിയുറച്ച കോട്ടയായി നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറിയും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് LDF കരുതുന്നുണ്ട്. പക്ഷേ LDF വിചാരിക്കുന്നത്ര ഈസിയല്ല കാര്യങ്ങൾ. ഒന്നാമത്തെ ഘടകം UDF തന്നെ. രണ്ടും കൽപ്പിച്ച് ഇക്കുറി കോർപ്പറേഷൻ പിടിക്കാനിറങ്ങിയ UDF ഉയർത്തുന്ന വെല്ലുവിളി അത്ര ചെറുതല്ല. അത് മറികടക്കാൻ LDFന് അത്ര അനായാസം സാധിക്കുകയുമില്ല. കഴിഞ്ഞ തവണ രണ്ടാമതെത്തി പ്രതിപക്ഷമായ BJP ഇക്കുറി അരയും തലയും മുറുക്കി തന്നെ രംഗത്തുണ്ട്. സംസ്ഥാനത്ത് മറ്റെങ്ങും ദൃശ്യമാകാത്ത തരത്തിലുള്ള ത്രികോണ മത്സരത്തിന് തലസ്ഥാനം സാക്ഷിയാകുമ്പോൾ ജയപരാജയങ്ങൾ നിർണയിക്കുക അസാധ്യമാണ്. നേരത്തെ പുറത്തുവന്ന ലോക്പോൾ സർവേയിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് മേൽക്കൈ എന്ന് സൂചിപ്പിച്ചിരുന്നു. UDF നിർണായക ശക്തിയാകുമെന്നും ആ സർവേയിൽ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സർവേ ആയിരുന്നില്ല അത്. ലോക്പോൾ കൃത്യമായി 101 വാർഡുകളിലും പോയി വോട്ടർമാരോട് നേരിട്ട് സംസാരിച്ച ഒരു സർവേ റിപ്പോർട്ടാണ് അന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. മേയർ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ച് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായത് UDF ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിന്റെ ആനുകൂല്യം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. പോരാത്തതിന് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയും വോട്ട് ആകർഷിക്കാൻ കെൽപ്പുള്ളയാളാണ് എന്നതും അവർക്ക് മെച്ചമാണ്. മുൻ MLA KS ശബരീനാഥനാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. ശബരിയെ സ്ഥാനാർത്ഥിയാക്കിയത് വഴി കൂടുതൽ യുവ വോട്ടുകൾ ആകർഷിക്കാനായതായി UDF കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ ശബരിനാഥൻ അംഗം കുറിച്ചുള്ള കവടിയാറിൽ മത്സരം ഒപ്പത്തിനൊപ്പവുമാണ്. CPM ആകട്ടെ മുൻ കൗൺസിലർ കൂടിയായ A സുനിൽകുമാറിനെയാണ് കവടിയാറിൽ ശബരിനാഥനെ നേരിടാൻ നിയോഗിച്ചിട്ടുള്ളത്. CPM ഔദ്യോഗികമായി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മേയർ ആര് എന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ ഭിന്നതയുണ്ട്. SP ദീപക്കിനും RP ശിവജിക്കും വേണ്ടി വാദിച്ച് പാർട്ടിക്കുള്ളിൽ പക്ഷം തിരിഞ്ഞ് ഭിന്നത നടക്കുന്നുമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് ദീപക്കിനായി രംഗത്തുള്ളത്. ഇക്കാര്യത്തിൽ CPM ഇതുവരെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചിട്ടുമില്ല. BJP മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് മുൻ DGP R ശ്രീലേഖയായിരുന്നു. കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള പോരാട്ടമാണ് LDFന്. ഭരണം പിടിക്കൽ മാത്രമാണ് BJPയുടെയും ലക്ഷ്യം. UDFനാകട്ടെ ടാസ്ക് ഇത്തിരി കടുപ്പമാണ്. ഭരണം പിടിക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണത്തെ അതിദയനീയ തകർച്ചയിൽ നിന്ന് ഒരു തിരിച്ചുവരവും ലക്ഷ്യമാണ്. അങ്ങനെ അതിശക്തമായ ത്രികോണ മത്സരമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. ശരിക്കും യുദ്ധസമാനമായ അവസ്ഥ. 52 വാർഡുകളിൽ വിജയിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്നും 5 വർഷം സുഗമമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ LDFനെ സഹായിച്ചതും ആ ഭൂരിപക്ഷം തന്നെയാണ്. 2015 VK പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾ 2020 വിജയത്തിന് ഏറെ സഹായിച്ചുവെങ്കിൽ 2025 എത്തുമ്പോൾ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണപക്ഷത്ത് വിവാദങ്ങളാണ് കൂടുതലും പുകയുന്നത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിലെ നിയമനത്തിന് CPM ജില്ലാ സെക്രട്ടറിക്ക് ഭരണസമിതി നൽകിയ കത്ത് പുറത്തു വന്നത് മുതൽ ബ്രിട്ടനിൽ നിന്ന് മേയർ വാങ്ങിയ പുരസ്കാരം വരെ ഈ വിവാദങ്ങൾ നീളുന്നു. KSRTC ഡ്രൈവർ യദുവുമായുള്ള മേയറുടെ കേസ് തിരിഞ്ഞുകൊത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയും ഒരുപക്ഷെ തലസ്ഥാന വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയേക്കും. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ LDFന് വെല്ലുവിളികൾ ഏറെയാണ്. ഒപ്പം 9 വർഷം കൊണ്ട് LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞ് വിവാദത്തിന്റെ പുകമറയെ ഇല്ലാതാക്കാനാണ് LDFന്റെ ശ്രമം. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതും മറ്റ് വ്യക്തിപരമായ ആനുകൂല്യങ്ങളുമെല്ലാം വോട്ടാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം. ഉള്ളൂർ, വാഴൗട്ടുകോണം, വിഴിഞ്ഞം വാർഡുകളിൽ വിമതർ ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാനും ഇതുവരെ മുന്നണിക്കായിട്ടില്ല. ഭരണം പിടിക്കുന്നതിനൊപ്പം അതിദയനീയ തകർച്ചയിൽ നിന്നുള്ള തിരിച്ചുവരവ് കൂടിയാണ് UDF പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അത് കണക്കുകൂട്ടിയാണ് KS ശബരിനാഥനെ പോലൊരു അതികായനെ തന്നെ പടനായകനായി നിയോഗിച്ച് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 10 എന്ന ദയനീയ സംഖ്യയിൽ കുടുങ്ങിപ്പോയ UDF ഇക്കുറി ഒരു ഉയരത്തെഴുന്നേൽപ്പിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. കഴിഞ്ഞ തവണ UDF ശക്തി കേന്ദ്രങ്ങളായിരുന്ന തീരപ്രദേശത്തെ 10 വാർഡുകൾ LDF പിടിച്ചെടുത്തിരുന്നു. UDFന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായ ആ നഷ്ടം ഇക്കുറി തിരിച്ചു പിടിക്കാനാകും എന്ന് തന്നെയാണ് UDF കരുതുന്നത്. അതോടൊപ്പം സ്ഥിരം ശക്തി കേന്ദ്രങ്ങളിൽ BJP കടന്നുകയറിയതും കോൺഗ്രസിനെയും UDFനെയും ബാധിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗികാരോപണ കേസ് ഏത് രീതിയിലായിരിക്കും തിരിച്ചടിക്കുക എന്ന ആശങ്ക UDFനെ വല്ലാതെ അലട്ടുന്നുമുണ്ട്.
കഴിഞ്ഞ 2 തവണയും മുഖ്യ പ്രതിപക്ഷമായിരുന്നു BJP തലസ്ഥാനത്ത്. ഇക്കുറി 50-ന് മുകളിൽ സീറ്റ് നേടി അധികാരം കൈയാളുകയാണ് അവരുടെ ലക്ഷ്യം. കോർപ്പറേഷനിലെ അഴിമതി കഥകൾ പുറത്തെത്തിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ അഴിമതി ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ആദ്യ വെടിപൊട്ടിച്ചത്. അഴിമതി ആരോപണത്തിൽ മുൻ മേയർ VK പ്രശാന്ത് MLA-യുടെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ചിത്രങ്ങൾ വെച്ച് വീഡിയോ തയ്യാറാക്കിയാണ് BJP രംഗത്തെത്തിയത്. അതിനെ CPM പ്രതിരോധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും അത് പൊതുജന മധ്യത്തിലെത്തിക്കാനും BJP കൗൺസിലർമാർക്ക് കഴിഞ്ഞിരുന്നു. 50 സീറ്റ് ലക്ഷ്യമിടുന്ന BJPക്ക് പക്ഷേ ശക്തമായ സാന്നിധ്യമുള്ളത് 70 വാർഡുകളിൽ മാത്രമാണ്. ഒപ്പം മുൻ കൗൺസിലർ തിരുമല അനിലിന്റെയും ആനന്ദ് K തമ്പിയുടെയും മരണങ്ങൾ BJPയെ വെട്ടിലാക്കിയിട്ടുമുണ്ട്. അനിൽ പ്രസിഡന്റായ സഹകരണ സംഘത്തിലെ വായ്പകൾ BJP നേതാക്കൾ തിരിച്ചടയ്ക്കാത്തതും സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ മനംനൊന്ത് ജീവനൊടുക്കിയ ആനന്ദിനെ ആദ്യം തള്ളിപ്പറഞ്ഞതും സ്വന്തം അണികൾക്കിടയിൽ തന്നെ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ തിരുമല, തൃക്കണ്ണാപുരം പ്രദേശങ്ങളിലാണ് ഈ 2 സംഭവങ്ങളും ഉണ്ടായതെന്നതും പാർട്ടിക്ക് ക്ഷീണമാണ്. ഇത്തവണ ഈ മേഖലയിലെ വാർഡുകളിൽ UDF, LDF മുന്നണികളുടെ ശക്തരായ സ്ഥാനാർത്ഥികളും BJPക്ക് വെല്ലുവിളിയാണ്. പ്രചാരണം കത്തിക്കയറിയ അവസാന നാളുകളിൽ അഴിമതിയും തട്ടിപ്പും അടക്കം ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയായിരുന്നു മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ കിച്ചൺ ബിൻ പദ്ധതിയിലും മരാമത്ത് പണികളിലും കോടികളുടെ അഴിമതി നടത്തിയെന്ന് വിവരാവകാശ രേഖകൾ നിരത്തിയായിരുന്നു BJPയുടെ ആരോപണം. തലസ്ഥാന നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനായി വികസിപ്പിച്ചെടുത്തതാണ് കിച്ചൺ ബിൻ എന്നും ഇതിനെ തകർക്കാനാണ് BJP കൗൺസിലർമാർ വർഷങ്ങളായി ശ്രമിച്ചത് എന്നും തിരിച്ചടിച്ച് അതിനെ പ്രതിരോധിക്കാൻ മുന്നിലെത്തിയത് മുൻ മേയർ കൂടിയായ VK പ്രശാന്ത് MLA ആയിരുന്നു. ഒപ്പം BJP ആരോപണങ്ങൾക്ക് മറുപടിയായി രംഗത്തെത്തിയ CPM ജില്ലാ നേതൃത്വം അനന്തപുരം സഹകരണ സംഘത്തിനെതിരെ അന്വേഷണം നടത്താനുള്ള ഉത്തരവും പുറത്തിറക്കി. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന RSSനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അനന്തപുരം ബാങ്കിന് നേരെയുള്ള നീക്കം. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന വസ്തു ആരോപണങ്ങളും സുരേഷിനെതിരെ ഉയർന്ന സഹകരണ സംഘം തട്ടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് CPM BJPയെ പ്രതിരോധിക്കുന്നത്. മാത്രമല്ല BJP സഹകരണ സംഘങ്ങൾ തകരുന്നതും ചർച്ചയാക്കാനാണ് CPM-ന്റെ ലക്ഷ്യം. BJPക്കെതിരെ നിയമ നടപടി കൊണ്ട് പ്രതിരോധം തീർക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും കോർപ്പറേഷനിലെ വികസന മുരടിപ്പുമൊക്കെ UDF-ന്റെയും BJPയുടെയും പൊതു ചർച്ചാ വിഷയങ്ങളാണ്. ഇതിനെല്ലാം സർക്കാരിന്റെ വികസനവും സാമൂഹ്യ പെൻഷൻ വർധന അടക്കമുള്ളവയും ഉയർത്തിക്കാട്ടിയാണ് LDF-ന്റെ പ്രതിരോധം. മുൻ കൗൺസിലർമാർ നടപ്പാക്കാത്ത പദ്ധതികളും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പൊളിഞ്ഞ റോഡുകളും ദയനീയാവസ്ഥയിലായ കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും എല്ലാം പ്രചരിപ്പിച്ചുള്ള പ്രചാരണം വലിയ രീതിയിൽ ക്ഷീണം തീർക്കുന്നുണ്ട്. നിലവിലെ പല കൗൺസിലർമാർക്കെതിരെയും പഴയ ചില ആരോപണങ്ങൾ എതിരാളികൾ പൊടിതട്ടിയെടുത്തിട്ടുമുണ്ട്. 2020 തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ നേടിയ ആധിപത്യം ഇക്കുറിയും നേടാനാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. അതേസമയം വിമതശല്യം പരമാവധി കുറച്ചും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തും പ്രചാരണത്തിൽ ഏറെ മുന്നേറിയ UDF അനുകൂല സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ UDF നില മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങളില്ലാത്ത BJP അക്കൗണ്ട് ഇക്കുറി തുറക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലുമാണ്. ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര നഗരസഭകളിൽ ഭൂരിഭാഗം വാർഡുകളിലും ത്രികോണ മത്സരമാണ്. BJP നേടുന്ന വോട്ടുകൾ ഇരു മുന്നണികൾക്കും നിർണായകമാകുകയും ചെയ്യും. നിലവിൽ 18-ൽ താഴെ പഞ്ചായത്തുകളിലെ ഭരണം അതിന്റെ ഇരട്ടിയിലേക്ക് വ്യാപിപ്പിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. 2 പഞ്ചായത്തുകളിലായി ഒതുങ്ങുന്ന ഭരണം ഇത്തവണ 2 അക്കമാക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്.